വിശ്വാസമുള്ള ദൈവമക്കൾ ചേർന്ന് പാടുക. ഒന്ന് പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മെ ഉപദ്രവിക്കുന്നത് നാം തന്നെയോ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, നന്മ ചെയ്യുന്നവരുടെ മേൽ യഹോവയുടെ ദൃഷ്ടിയുണ്ട്. യഹോവയുടെ ദൃഷ്ടി ഒരു ഭക്തന്റെ മേൽ ഉണ്ട് എന്നുള്ളത് വലിയ ഒരു സുരക്ഷിതത്വമാണ്. കാരണം ആർക്കുമേ അവനെ ഉപദ്രവിച്ച് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. നാം നന്മ ചെയ്യുന്നുവെങ്കിൽ നമ്മെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിത്തരുന്ന വാഗ്ദത്വവും സുരക്ഷിതത്വത്തിന്റെ വാഗ്ദത്വമാണ്. ഈ ജീവിത കാലഘട്ടത്തിൽ ഉപദ്രവകാരികളായ മനുഷ്യർ ധാരാളമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. മൃഗീയ സ്വഭാവക്കാർ മറ്റുള്ള മനുഷ്യരെ ഉപദ്രവിക്കുന്നതിൽ കൂടി ആനന്ദം കണ്ടെത്തുന്നവരാണ്. അതേ പ്രിയരെ, മനുഷ്യർക്ക് മനുഷ്യരെ ഉപദ്രവിക്കാൻ കഴിയും.
അവർക്ക് ഭൗതികമായ ദോഷമേ വരുത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഒരു ഭക്തന്റെ മേൽ ഒരു ആത്മീയ ദോഷവും ചെയ്യുവാൻ ഒരു മനുഷ്യർക്കും കഴിവുള്ളവരല്ല. അങ്ങനെയുള്ളവരെ ഭയപ്പെടേണ്ടതായ ഒരു കാര്യവുമില്ല എന്ന് കർത്താവാണ് നമ്മെ ഉപദേശിച്ചിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും. മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. റോമലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ എന്നൊരു വാക്യമാണ്. കുടപ്പുറപ്പുകളെ, ഒരു ദൈവ പൈതൽ ഒരിക്കലും മറ്റുള്ളവരാൽ നശിക്കുവാൻ ഇടയാകില്ല. കാരണം കർത്താവിൻ്റെ ദൃഷ്ടി അവൻ്റെ മേലുള്ളത് കൊണ്ട്, അവൻ്റെ നിലവിളി ദൈവം കേൾക്കുന്നത് കൊണ്ട്, അവന് കർത്താവിൻ്റെ സഹായം ലഭിക്കുന്നത് കൊണ്ട് അവൻ നശിച്ചു പോകാൻ ഇടയാകില്ല. അതുകൊണ്ട് അവന് ദോഷം ചെയ്യുവാൻ ആർക്കും ആവില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം നമ്മോടുള്ള ദൂതായി ഏറ്റെടുത്ത് ഉറച്ചു വിശ്വസിക്കുക, നമ്മുടെ അവകാശമാക്കുക. ആർക്കും ഒരു ഭക്തനെ അപ്രകാരം ഉപദ്രവിക്കാനാവില്ല. എന്നാൽ അവനെ തന്നെ ദ്രോഹിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. അവനാൽ തന്നെ നശിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അവൻ്റെ ശരീരത്തിന് കേടുവരുത്താൻ കഴിഞ്ഞേക്കാം, അവൻ്റെ നേരെ അപവാദ പ്രചരണം നടത്തുവാൻ കഴിഞ്ഞേക്കാം, അവൻ്റെ നന്മ മുടക്കിക്കളയാൻ കഴിഞ്ഞേക്കാം, ഒരുപക്ഷെ നന്മയെ അപഹരിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അവനെ ആത്മീയമായി ദ്രോഹിക്കുവാൻ, നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ, അവൻ്റെ ആത്മാവിന് കേടുവരുത്തുവാൻ ഒരു മനുഷ്യർക്കും കഴിയുകയില്ല. അത്രമേൽ സംരക്ഷണമുണ്ട് അവൻ്റെ ആത്മാവിന് ദൈവത്തിൻ്റെ സന്നിധി. അതുകൊണ്ട് അവന് തന്നെ, അവൻ്റെ അകമനുഷ്യന് അവൻ ഉപദ്രവം ചെയ്യുന്നവനായും നശിപ്പിക്കുന്നവനായും തീരാതെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഉപദേശിക്കുന്നു. അതിനാണ് ഒരു ഭക്തൻ തന്നെത്താൻ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ എടുത്തു പറയുന്നത്. പത്രോസിൽ കൂടെ ദൈവാത്മാവ് നമുക്ക് തരുന്ന ഈ മുന്നറിയിപ്പ് ഏറെ പ്രസക്തിയുള്ളതാണ്. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയരെ, ഒരു ദൈവ പൈതൽ ദോഷത്തെ വിട്ടകലുവാൻ കഴിയുന്നവനാണ്. അവൻ ദോഷം വിട്ടകന്നാൽ മാത്രം പോരാ, ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും വേണം എന്നൊരു ഉപദേശവും അനുസരിക്കുന്നവനാകും. നാം അനുസരിച്ച് പിന്തുടരേണ്ട വചനത്തിലെ ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും നാം ശ്രദ്ധിക്കാത്തിടത്തോളം കാലം, നാം അത് പ്രാവർത്തികമാക്കാത്തിടത്തോളം കാലം നാം നമുക്ക് തന്നെ ദോഷം വരുത്തുന്നവരാകുകയാണ്, നാം നമ്മെ തന്നെ ഉപദ്രവിക്കുന്നവരാകുകയാണ് എന്ന് മറന്നു പോകരുത്. പലപ്പോഴും പ്രിയരെ, പല ദൈവമക്കളുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത്. അവർ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയും, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കും, അതിർവയ്ക്കേണ്ടതിന് അതിർവയ്ക്കും, എന്നാൽ പിൻപറ്റേണ്ടതിനെ പിൻപറ്റുകയില്ല. ഇതാണ് അവനോട് തന്നെ ചെയ്യുന്ന ദ്രോഹം. ദൈവവചനം നമ്മോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം മറക്കരുത്. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാണ്. അർത്ഥം മനസ്സിലായോ? പ്രിയരെ, നന്മ ചെയ്യുന്നതിൽ മനസ്സില്ലാ മനസ്സോടെ ചെയ്തില്ലെങ്കിൽ എങ്ങനെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള നിലയിലല്ല, ശുഷ്കാന്തിയോടെ ചെയ്യുവാനാണ് വചനം നമ്മെ അനുശാസിക്കുന്നത്. അവിടെ നാം പിൻപറ്റേണ്ടത് ശുഷ്കാന്തിയോടെ നന്മ ചെയ്യണം, അവനവൻ്റെ പ്രാപ്തി പോലെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. മുകളിൽ ഉദ്ധരിച്ച മറ്റൊരു വിഷയം, ദോഷം വിട്ടകന്ന് നടന്നാൽ മാത്രം പോരാ, ഗുണം ചെയ്യുകയും വേണമെന്നുള്ളതാണ്. തീർന്നില്ല. നാം സമാധാനം അന്വേഷിച്ചാൽ മാത്രം പോരാ, അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യണമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം 1 പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിലെ വാക്യങ്ങളാണിത്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, ആർക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല.
നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉപദ്രവകാരികളാകാതിരിക്കുവാൻ സൂക്ഷിക്കുക എന്ന ദൈവത്തിന്റെ വചനത്തിന് ആമേൻ പറയുക. ആ വചനം ഏറ്റെടുക്കുക. തിന്മ ചെയ്യാതെ നന്മയായത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മറ്റൊരാൾക്കും നമ്മെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുവാനുള്ള പൈശാചിക പ്രേരണ ഒഴിവാക്കി എപ്പോഴും നന്മ മാത്രം ചെയ്യുന്നവരായി നാം നിൽക്കുമെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം തൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ അയക്കും. നമുക്ക് വേണ്ടി അവൻ്റെ പ്രവൃത്തി അയച്ച് അവൻ നമ്മുടെ മുഖത്തെ ആദരിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും പരിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളെല്ലാവരും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്നിൻ്റെ മറുപടികൾ, വിടുതലുകൾ, അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് പകർന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ. ആർക്കും ഞങ്ങളെ ഉപദ്രവിക്കാൻ ആകെയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഞങ്ങളെ തന്നെ ഉപദ്രവിക്കാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ വരവിനോട് ഒരുങ്ങി കാത്തിരിപ്പാൻ, സകലർക്കും നന്മ ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവരാജ്യത്തിൽ ഞങ്ങൾ പ്രയോജനമുള്ളവരായി തീരട്ടെ. ദൈവസഭയ്ക്ക് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. ആത്മാക്കളെ നേടുന്നവരാകട്ടെ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ എല്ലാവരെയും വിടുവിക്കണമേ. ഞങ്ങളുടെ തലമുറകളെ മാനിക്കണമേ, വിടുവിക്കണമേ. പ്രാർത്ഥന കേട്ട മൺകൃപയ്ക്കായി സ്തോത്രം. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. വിശ്വാസമുള്ള ദൈവമക്കൾ ചേർന്ന് പാടുക.